പ്രിയപ്പെട്ട കൂട്ടുകാരെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷൗട്ട്സ്. വരാനിരിക്കുന്ന LDC എക്സാം, അതേപോലെ തന്നെ LPUP എക്സാം, അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റായ PSC എക്സാമുകളൊക്കെ വരാനിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ PSCയുടെ ഏറ്റവും പുതിയ ആവർത്തന ക്വസ്റ്റ്യൻസ്, അതായത് ഈ അടുത്തിടെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 20 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയതാര്? ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് 2023 പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? ഓപ്ഷനിൽ പാകിസ്ഥാനുണ്ട്, ഇന്ത്യയുണ്ട്, ശ്രീലങ്കയുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്. ആൻസർ ഇന്ത്യയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം. പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ച വർഷം ഏതാണ്? ആൻസർ 2021. ഓപ്ഷൻ ഡി ആണ് 2021. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വർണ്ണാന്തത കണ്ടുപിടിച്ചതാര്? വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ്? പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ്? ആൻസർ 22 ജൂലൈ 2019. 22 ജൂലൈ 2019 പ്രഗ്യാൻ റോവർ ചന്ദ്രയാൻ 3യുടെ ഭാഗമായിരുന്നു. 2022 ജൂലൈ 2019 പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായതെന്നാണ്? ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ജനുവരി 25, 1950. ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആരാണ്? കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആര്? ആൻസർ നിർമ്മല സീതാരാമൻ. ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമനാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? ആൻസർ സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംബാദ് കൗമുദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരായിരുന്നു? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായി വോട്ട് ചെയ്ത വ്യക്തി ആരാണ്? ആൻസർ ശ്യാം ശരൺ നേഗി. ശ്യാം ശരൺ നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? അന്തരീക്ഷ പാളികളിൽ ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന പാളി ഏതാണ്? ആൻസർ മിസോസ്ഫിയർ. ആൻസർ മിസോസ്ഫിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത്. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏതാണ്? കർണാടകത്തിലെ പ്രധാനപ്പെട്ട ആണവോർജ നിലയം ഏത്? ആൻസർ കൈഗയാണ് കർണാടകത്തിലെ തന്നിരിക്കുന്നതിൽ കൈഗയാണ് കർണാടകത്തിലെ പ്രധാനപ്പെട്ട ഒരു ആണവോർജ നിലയം. കൈഗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ധാതുക്കളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ആൻസർ ഉപദ്വീപീയ പീഠഭൂമി.
ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ്? ആൻസർ ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയാണ് ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. കാവേരി നദിയുടെ പോഷക നദിയാണ് അമരാവതി. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന സൂപ്പർ ഹൈവേയാണ് സുവർണ ചതുഷ്കോണം. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏത്? ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കാരക്കോറം. കാരക്കോറമാണ് മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നഗരം ഏത്? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നഗരം ഏതാണ്? ആൻസർ മുംബൈ. മുംബൈയാണ് കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ആൻസർ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഓപ്ഷൻ സി ആണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? ആൻസർ മുംബൈ ഹൈ. മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏത്? ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഗോദാവരിയാണ്. ആൻസർ ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 20 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.